ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിലൊരു പാവയ്ക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. 300 ഗ്രാം നാടൻ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ചിലർ കൈപ്പയ്ക്ക എന്നാണ് പറയുന്നത്, ഇവിടെ ഞങ്ങൾ പാവയ്ക്ക എന്നേ പറയാറുള്ളൂ. കടയിൽ നിന്ന് വാങ്ങിച്ച പാവയ്ക്ക ആയതുകൊണ്ട് ഞാനതിൽ വിനാഗിരിയും ഉപ്പും ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പാവയ്ക്ക പൊടിയായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. പിഞ്ചു പാവയ്ക്കയുടെ അരി കളയേണ്ട കാര്യമില്ല, ഇതുപോലെ വിളഞ്ഞതിൻ്റെ മാത്രം അരി കളഞ്ഞാൽ മതി. മറ്റേ പാവയ്ക്ക രണ്ടും വളരെ പിഞ്ചായിരുന്നുകൊണ്ട് അരിയും കൂടെ ചേർത്തങ്ങ് കൊത്തി അരിഞ്ഞു. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വിളഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തീരെ പൊടിയായിട്ടങ്ങ് അരിയുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തൊന്ന് പുരട്ടി 5 മിനിറ്റ് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പാവയ്ക്ക സോഫ്റ്റായിട്ടാലുള്ള ജ്യൂസ് ഇറങ്ങും. നീര് കളയണമെന്നുള്ളവർക്ക് കളയാം, അല്ലാത്തവർക്ക് അതും കൂടെ ചേർത്ത് തോരൻ വയ്ക്കാം. ഉപ്പ് പുരട്ടി ഒരുപാട് സമയമൊന്നും വയ്ക്കരുത്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാനുണ്ട്. അത് കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് തോരൻ വയ്ക്കുമ്പോൾ നല്ല മണവും രുചിയുണ്ട്. സവാള ചേർക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഇതിപ്പോൾ അധികമൊന്നുമില്ല, ഒരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. സവാളയാണെങ്കിൽ മീഡിയം സൈസിലൊരു സവാള എടുക്കണം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ഉള്ളി വഴറ്റുമ്പോൾ ചേർക്കാൻ 2 എണ്ണം തേങ്ങയുടെ കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ 4-5 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട, ഒരു 3/4 വേഗമാവുന്ന വരെ വഴറ്റിയാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ മുറിച്ച് ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വേറെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ഇതിലേക്ക് ചേർക്കാം. പാവയ്ക്കയ്ക്ക് കയ്പ്പ് കുറയുന്നതിന് വേണ്ടി നമ്മൾ ഉപ്പ് പുരട്ടി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ ജ്യൂസ് വരുന്നുണ്ട്. എനിക്ക് കയ്പ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ ഇതും കൂടെ ചേർക്കുന്നുണ്ട്. കയ്പ്പ് വേണ്ടാന്നുള്ളവർക്ക് ജ്യൂസ് എടുത്ത ശേഷം ചേർക്കാം. പാവയ്ക്കയ്ക്ക് നല്ല ഗുണമുള്ളതുകൊണ്ട് അതിൻ്റെ ജ്യൂസ് കളയാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്കത് കുടിക്കുകയും ചെയ്യാം. ഇപ്പോൾ തീ ഏറ്റവും കുറച്ച് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇരുമ്പ് ചീനച്ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തീ ഒട്ടും കൂട്ടി വയ്ക്കേണ്ട. ഇത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പാവയ്ക്കയിലുള്ള ജ്യൂസുണ്ട്. 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് തേങ്ങ ചതച്ചെടുത്തിട്ട് വരാം. മുളക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂട്ടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇടയ്ക്ക് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാവയ്ക്ക വെന്തിട്ടുണ്ട്. വെന്തങ്ങ് ഉടഞ്ഞു പോകുന്ന മാതിരി ആകരുത്, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഉടയ്ക്കുമ്പോൾ ഉടയണം, അത്രയും മതി. തേങ്ങ ഒരുപാട് ചേർക്കുന്നില്ല, അരമുറി തേങ്ങയുടെ പകുതിയേ ചേർത്തിട്ടുള്ളൂ. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി പൊത്തി വയ്ക്കുക. അടച്ചൊന്നും വെക്കേണ്ട. 2-3 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ തേങ്ങ വെന്തോളും. പിന്നെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം. ആദ്യം നമ്മൾ ചേർത്ത ആ ഉപ്പ് പാകത്തിനുണ്ട്, ഇനി ഒട്ടും ചേർക്കണ്ട. ഒരുപാട് സമയം തോരനിട്ടങ്ങ് ഇളക്കി ഇളക്കി ഡ്രൈ ആക്കരുത്. കുറച്ചൊരു നനവോട് കൂടി ഇരിക്കണം, അപ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളത്. നല്ല ടേസ്റ്റുള്ള തോരനായത്. നമുക്ക് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാം. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെന്തം ഉടഞ്ഞു പോയിട്ടുമില്ല, നല്ല പൂ പോലെ സോഫ്റ്റായിട്ടുള്ള തോരന്. ചൂട് ചോറും കൂടുതൽ തോരൻ പുരട്ടി ചോറ് കഴിക്കാൻ വളരെ നല്ലതാണ്. നാരങ്ങ അച്ചാർ, പപ്പടം, നല്ല ചൂടായിട്ടുള്ള സാമ്പാർ, നല്ല കട്ട തൈര്. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.